അതെ, ഞാനീ നിൽക്കുന്നത് ഫ്ലവർ ഷോയ്ക്കൊന്നും അല്ല കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇഷ്ടം പോലെ ചെടികളാണവിടെ. നാത്തൂനൊരു ടീച്ചറാണ്. അപ്പോഴത്തേക്കും ചെടികളെ സ്കൂളിലെ കുട്ടികളെ കാണുന്നത് പോലെയാണ് കാണുന്നത്. ആരോടും പക്ഷാഭേദമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിച്ച് കെയർ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, വേറെ കുറേ ചെടികളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുത്താലും പൂക്കളുടെയും ചെടികളുടെയൊക്കെ എനിക്ക് കുറേ അയച്ചു തരാറുണ്ട്. എന്നാൽ പിന്നെ ഞാനതങ്ങ് ഷോർട്സ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെങ്ങാനും വന്ന് നിന്നാൽ പോലും സ്വന്തം മക്കൾ കഴിച്ചോ എന്ന് രണ്ടാമത് ചോദിക്കാറുള്ളൂ. ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോ, അതാണ് കേട്ടോ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ പോയിട്ട് വന്നാലും കയ്യിൽ ഏതെങ്കിലും ഒരു പുതിയ ചെടിയോ പൂക്കളോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാണും. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും കുറേ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കേട്ടോ എന്തോരം ചെടികളാണ് ഉള്ളതെന്ന്. അത് നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ബൊഗൈൻവില്ലയുടെ തന്നെ പല കളറുണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെയും പല കളറുണ്ട്. പൂക്കളുടെ ഇടയിൽ എന്താ ഈ മുരിങ്ങ പൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ? വേറൊന്നും അല്ല, അവിടെ ആണെങ്കിലേ നല്ലോണം കായ്ക്കുന്ന മുരിങ്ങയുണ്ട് കേട്ടോ. നല്ല രസം അവിടെ നിൽക്കാനായിട്ട്.